നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ പറയുന്നത് വ്യാഴദശാകാലത്തെ പറ്റിയാണ്. വ്യാഴം സർവേശ്വരകാരകനാണ്. വ്യാഴം ദേവഗുരുവാണ്. മറ്റെല്ലാ ഗ്രഹങ്ങളും ജാതകത്തിൽ അനുകൂലമായാലും വ്യാഴം അനുകൂലമല്ലെങ്കിൽ ജാതകന് സത്ഫലങ്ങളെ ലഭിക്കുകയില്ല എന്ന് തന്നെ ചിന്തിക്കാം. വ്യാഴം ധനകാരകനും വിദ്യാകാരകനും പുത്രകാരകനുമാണ്. ധനസമ്പാദനം, പുത്രൻ, ബന്ധുക്കൾ, ബുദ്ധി, ചൈതന്യം, ശരീരസുഖം, ശ്രേഷ്ഠത, കീർത്തി, ദൈവഭക്തി, ഭാര്യാസുഖം അല്ലെങ്കിൽ ഭർത്തൃസുഖം, സാത്വിക സ്വഭാവം, ബുദ്ധി, ഉത്തമ പ്രവൃത്തി, സുഖസൗഖ്യാദികൾ, വടക്ക് കിഴക്ക് തെക്ക് ഇവയുടെ എല്ലാം കാരകൻ വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വ്യാഴത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രം ധനുരാശിയും മീനൻ രാശിയുമാണ്. വ്യാഴത്തിൻ്റെ ഉച്ചരാശി കർക്കിടകവും നീചരാശി മകരം രാശിയുമാണ്. വ്യാഴദശയിൽ ഉത്സാഹം, എല്ലാ കാര്യത്തിലും ഉത്കർഷമായ അവസ്ഥ, സർവകാര്യ വിജയം, തൊഴിലിൽ അഭിവൃദ്ധി, വിവാഹം, പുത്രലാഭം, സർക്കാർ സേവനം, കർമ്മപുഷ്ടി, കീർത്തി, മനസ്സന്തോഷം ഇങ്ങനെയുള്ള ഗുണഫലങ്ങളും, ഭാര്യയ്ക്ക് സുഖഹാനി, ശത്രുവർത്തന ഇങ്ങനെയുള്ള ദോഷഫലങ്ങളും വ്യാഴദശാകാലത്ത് ജാതകന് അനുഭവത്തിൽ വരുമെന്നുള്ളതാണ്. വ്യാഴദശയുടെ ആദ്യഘട്ടം പൊതുവെ മോശാവസ്ഥയായിരിക്കും, പിന്നീട് ശുഭകരമായിരിക്കും. കേന്ദ്രാധിപത്യം വഹിച്ചു നിൽക്കുമ്പോഴും നീചത്തിൽ നിൽക്കുമ്പോഴും മൗഢ്യത്തിലായിരിക്കുമ്പോഴും ദോഷസ്ഥാനത്ത് നിൽക്കുമ്പോഴും വ്യാഴദശയിൽ ജാതകന് യാതൊരു ഗുണാനുഭവങ്ങളും ലഭിക്കുകയില്ല. ഉച്ചസ്ഥാനമായ കർക്കിടകൻ രാശിയിലോ സ്വക്ഷേത്രങ്ങളായ മീനൻ രാശിയിലോ ധനുരാശിയിലോ ബന്ധുക്ഷേത്രത്തിലോ നിൽക്കുന്ന വ്യാഴം വളരെ വളരെ ശുഭഫലങ്ങൾ ജാതകന് നൽകുമെന്നുള്ളതാണ്. ഉച്ചക്ഷേത്രത്തിലോ ബലവാനായോ നിൽക്കുന്ന മറ്റൊരു ശുഭഗ്രഹത്തോട് യോഗം ചെയ്ത് ഇഷ്ടഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതിയെങ്കിൽ ജാതകന് വ്യാഴദശാകാലം അത്യന്തം ശുഭകരമായിരിക്കും. പാവനോട് ചേർന്ന് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലം, അതേപോലെ പാവദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലം ഇവ ജാതകന് ശുഭഫലങ്ങൾ പൂർണ്ണമായി കിട്ടുകയില്ല എന്ന് തന്നെയാണ്. വ്യാഴത്തിൻ്റെ ശുഭത്വം കൂടെ നിൽക്കുന്ന പാവൻ കവർന്നെടുക്കുമെന്നാണ്. എന്നാൽ ആ പാവൻ്റെ ദശാകാലം ശുഭകരമായിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വക്രത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലം ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലം പോലെ തന്നെ ശ്രേഷ്ഠമായിരിക്കും. വ്യാഴം നീചത്തിലോ മറ്റെവിടെയോ നിന്നാലും ഉച്ചരാശിയിലാണ് വ്യാഴം അംശിച്ചിരിക്കുന്നത് എങ്കിൽ ജാതകന് വ്യാഴദശാകാലം ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. അതേപോലെ തന്നെ വ്യാഴം എവിടെ നിന്നാലും നീചത്തിലാണ് അംശിച്ചു നിൽക്കുന്നതെങ്കിൽ ജാതകന് വ്യാഴദശാകാലം അനുകൂലമായിരിക്കില്ല. വർഗോത്തമത്തിൽ സ്ഥിതിയുള്ള വ്യാഴത്തിൻ്റെ ദശാകാലം ജാതകന് ഉത്തമ ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. മേടം, കർക്കിടകം, ചിങ്ങം, ധനു, കുംഭം, മീനം ഈ രാശികളിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലം ജാതകന് പൊതുവെ ഗുണപ്രദമായിരിക്കും. കർക്കിടകം, കുംഭം രാശികളിൽ വ്യാഴത്തിന് ഉച്ചബലവും ധനു, മീനം രാശികളിൽ ക്ഷേത്രബലവും പ്രത്യേകമുണ്ടെന്നത് തന്നെയാണ്. ഇടവൻ രാശിയിലും തുലാൻ രാശിയിലും നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്ത് അന്യദേശവാസം, രോഗങ്ങൾ, ദുഃഖം ഇവയൊക്കെ ജാതകന് അനുഭവവേദ്യമാകും. പ്രത്യേകിച്ച് തുലാം രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്ത് ഭാര്യാപുത്രാദികൾക്ക് പലവിധ ദുരിതങ്ങളും വന്നു ഭവിക്കാനിടയുണ്ട്.
മിഥുനം രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലം ജാതകൻ ഒരു സന്യാസിയെപ്പോലെ ജീവിക്കുമെന്നാണ്. ജാതകൻ വിഷയസുഖങ്ങളിൽ വിരക്തനായിരിക്കും. എന്നിരുന്നാലും ധനത്തിന് കുറവുകളൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. കന്നിയിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലം ജാതകന് സർക്കാർ സംബന്ധിയായ തൊഴിലിൽ നിന്നും ധനലാഭമുണ്ടാകുമെന്നാണ്. കന്നിയിൽ നിൽക്കുന്ന വ്യാഴം ജാതകനെ വിദ്യ കൊണ്ട് ഉപജീവനം നടത്തുന്നവനാക്കും. വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്ത് ജാതകന് നിയമസംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ധനലാഭമുണ്ടാകുമെന്നാണ്. ഈ കാലത്ത് ജാതകന് കടങ്ങൾ വന്നു ഭവിക്കാനുമിടയുണ്ട്. നീചരാശിയായ മകരത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്ത് കളത്ര ദുരിതം, ദാരിദ്ര്യം, ധനഹാനി, സ്ഥാനഭ്രംശം, മാനഹാനി, പരാജയം എന്നീ ദോഷഫലങ്ങൾ ജാതകന് വന്നു ഭവിക്കും. എന്നാൽ വ്യാഴത്തിന് നീചഭംഗം സംഭവിച്ചാൽ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറഞ്ഞ് ഗുണഫലങ്ങൾ സിദ്ധിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ വ്യാഴം ഓരോ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ വ്യാഴദശാകാലത്ത് വന്നു ഭവിക്കുന്ന ഗുണദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്ത് ഭൂമിലാഭം, ധനലാഭം, കളത്രലാഭം എന്നിവയൊക്കെ വന്നു ചേരുമെന്നാണ്. രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്ത് വിദ്യാവിജയവും വിദ്യ കൊണ്ട് ധനലാഭവും ഉണ്ടാകുമെന്നാണ്. സഹോദരഭാവമായ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്ത് എല്ലാവിധ പ്രോത്സാഹനവും ധനലാഭവും സഹോദരങ്ങൾക്ക് സുഖവും ബുദ്ധിശക്തിയും ലഭിക്കുന്ന സമയമാണ്. മാതൃസ്ഥാനമായ നാലാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്ത് ധനലാഭം, ഗൃഹലാഭം, മാതൃസൗഖ്യം, ഭാര്യാപുത്രാദികളെ കൊണ്ട് സൗഖ്യം എന്നിവയൊക്കെ വന്നു ചേരുന്നതാണ്. സന്താനഭാവമായ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്ത് എല്ലാവിധത്തിലുള്ള സുഖങ്ങളും പുത്രഭാഗ്യവും വന്നു ചേരുന്നതാണ്. ദുരിതസ്ഥാനമായ ആറാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്ത് ദശാരംഭത്തിൽ ധനലാഭം, പുത്രലാഭം ഇവയൊക്കെ വന്നു ചേരും. ദശയുടെ അവസാന ഘട്ടത്തിൽ ഭാര്യയിൽ നിന്നും ശത്രുക്കളിൽ നിന്നും കള്ളന്മാരിൽ നിന്നുമൊക്കെ ഭയവും രോഗപീഠയുമൊക്കെ വന്നു ചേരുന്ന കാലമാണ്. കളത്രസ്ഥാനമായ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്ത് കളത്രപുത്രലാഭവും ധനലാഭവും എല്ലാവിധത്തിലും സുഖാഭിവൃദ്ധിയും വിദേശവാസവും ഇവയെല്ലാം തന്നെ അനുഭവിക്കാൻ യോഗമുണ്ടാകുന്ന സമയമാണ്. ആയുർഭാവമായ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്ത് ബന്ധുജനങ്ങൾക്ക് നാശവും അന്യദേശഗമനവും സുഖക്കുറവും ദശയുടെ അവസാനം ഭാര്യാസുഖവും പുത്രലാഭവും വന്നു ചേരുമെന്നുള്ളതാണ്. ഭാഗ്യസ്ഥാനമായ ഒൻപതാമിടത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്ത് സൗഭാഗ്യം, ധനപ്രാപ്തി, കളത്രപുത്രാദി സൗഖ്യം ഇതൊക്കെ വന്നു ഭവിക്കുമെന്നാണ്. കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്ത് തൊഴിലിൽ ഉയർച്ചയും ധനലാഭവും ഉന്നതിയും ലഭിക്കുമെന്നാണ്. ലാഭസ്ഥാനമായ 11-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്ത് സമ്പത്ത്, ഐശ്വര്യം, അമിതമായ ധനലാഭം, മനസ്സുഖം എന്നിവയും ദശയുടെ അവസാന ഘട്ടത്തിൽ ബന്ധുജന വിരോധവും തൊഴിൽ മേഖലയിൽ തടസ്സങ്ങളും വന്നു ഭവിക്കുന്നതാണ്. വ്യയസ്ഥാനമായ 12-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്ത് അന്യദേശവാസവും അലസത, ആരോഗ്യ പ്രശ്നങ്ങൾ, അപവാദം എന്നിവയൊക്കെ വന്നു ഭവിക്കുന്നതാണ്. ജാതകത്തിൽ വ്യാഴം സൂര്യനോടുകൂടി നിന്നാൽ ദശാകാലത്ത് പലവിധത്തിലുള്ള ആനുകൂല്യങ്ങളും പുത്രലാഭവും ധനവും സുഖവും ജയവും പിതാവിന് ദോഷത്തെയും വരുത്തുന്നതാണ്. ചന്ദ്രൻ്റെ യോഗമോ ദൃഷ്ടിയോ ഉള്ള വ്യാഴത്തിൻ്റെ ദശാകാലത്ത് രാജതുല്യമായ ജീവിതം നയിക്കുന്നവനായി തീരുമെന്നുള്ളതാണ്. ധനധാന്യാദികളെയൊക്കെ നഷ്ടപ്പെടുന്ന കാലം കൂടിയാണ്.
ചൊവ്വയുടെ യോഗദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്ത് ധനധാന്യനാശവും, ബുധൻ്റെ യോഗദൃഷ്ടികളോട് കൂടി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്ത് ധനധാന്യനാശവും, പിതാവിന് രോഗാരിഷ്ടതകളും ശത്രുക്കളിൽ നിന്നും ഉപദ്രവവും വന്നുചേരുന്നതാണ്. ശുക്രൻ്റെ യോഗദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്ത് ബഹുസ്ത്രീ സുഖവും ധനധാന്യാദികളും വന്നുചേരുന്നതാണ്. ശനിയുടെ യോഗദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്ത് ജനസമ്മതിയും, രാഹുകേതുക്കളുടെ യോഗദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്ത് പിതാവിന് ഹാനിയും ധനനാശവും വന്നുചേരുന്നതാണ്. വ്യാഴം 6, 8, 12 എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്ന ജാതകർ വ്യാഴത്തിന് രാഹു, കേതു, ശനി എന്നീ ഗ്രഹങ്ങളുമായി യോഗമോ ദൃശ്യമോ ഉള്ളവർ, ഇടവം, മിഥുനം, മകരം, കുംഭം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർ, അശ്വതി, മകം, മൂലം, കാർത്തിക, ഉത്രം, ഉത്രാടം, മകയിരം, ചിത്തിര, അവിട്ടം, പുണർദം, വിശാഖം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഇവരെല്ലാം തന്നെ വ്യാഴദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അതേപോലെ തന്നെ ചാരവശാൽ വ്യാഴം 3, 4, 6, 8, 10, 12 എന്നീ രാശികളിൽ സഞ്ചരിക്കുമ്പോഴും ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. വ്യാഴപ്രീതിക്കായി മഹാവിഷ്ണുവിനെയാണ് ഭജിക്കേണ്ടത്. വ്യാഴാഴ്ച തോറും വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ക്ഷേത്രദർശനം നടത്തുക, ജന്മനക്ഷത്ര ദിവസം വിഷ്ണു പൂജ നടത്തുക, പതിവായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഇവയൊക്കെ അനുഷ്ഠിക്കാവുന്നതാണ്. വ്യാഴാഴ്ചയും ജന്മനക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം ക്ഷേത്രദർശനം നടത്തി ഭഗവാന് പാൽപ്പായസം, തുളസിമാല എന്നിവയൊക്കെ സമർപ്പിക്കാവുന്നതാണ്. വ്യാഴപ്രീതിക്കായി മഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. എന്നും ധരിക്കാൻ സാധിച്ചില്ല എങ്കിലും ക്ഷേത്രദർശന സമയത്തും ജന്മനക്ഷത്ര ദിവസങ്ങളിലും വ്യാഴാഴ്ചകളിലും മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് ശ്രേയസ്കരമാണ്. വ്യാഴദശാകാലവും അവർ അനുഷ്ഠിക്കേണ്ട ദോഷപരിഹാര കർമ്മങ്ങളെപ്പറ്റിയുമാണ് ഇവിടെ പറഞ്ഞത്. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.